വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കെ.ടി. ജലീൽ മുമ്പൊരു ബോംബെറിഞ്ഞു. അത് സ്വർണത്തിൽ തട്ടി നിന്നു. ഇപ്പോഴിതാ കെ.ടി. ജലീൽ വീണ്ടും ഒരു ആറ്റം ബോംബ് എറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ചൂടിൽ വെന്തിരുകയാണ് കേരളക്കരയും സോഷ്യൽ മീഡിയയുമാകെ. പല ചാനലുകളും കെ.ടി. ജലീലിന്റെ വാർത്ത കേട്ട് മുസ്ലിങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മക്കളെ, നിങ്ങൾ ഒന്നുകൂടി നന്നായി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കും, ഹലാലും ഹറാമും ഒക്കെ തിരിച്ചറിയും. നിങ്ങൾക്ക് ധാർമ്മിക ബോധമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ധാർമ്മിക ബോധം ഉണ്ടാവുക? അങ്ങനെ പോകുന്ന അവരുടെ ഉപദേശങ്ങൾ. എന്ത് സ്നേഹം, എന്ത് നല്ല വിനയത്തോടു കൂടിയ ഉപദേശങ്ങൾ. കെ.ടി. ജലീലിന്റെ അഭിപ്രായത്തിൽ ഇന്ന് നടക്കുന്ന മുഴുവൻ ക്രൈമുകളുടെയും പിന്നിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്, അഥവാ മദ്രസയിൽ പോകുന്നവരാണെന്നാണ്. മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെയും സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും എന്ത് അസാൻമാർഗിക പ്രവൃത്തികൾ നടന്നാലും അതിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണെന്നാണ് കെ.ടി. ജലീൽ പറയുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ധാർമ്മികപരമായ ഉത്ബോധനം നടക്കുന്നതെന്നോ മറ്റൊരു മതക്കാർക്കും, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് തീരെ അത് കിട്ടുന്നില്ലെന്നുമാണ് കെ.ടി. ജലീലിന്റെ വാദം. ഇങ്ങനെ കൊള്ളരുതായ്മക്ക് മുഴുവൻ നടക്കുന്നത് പണത്തോടുള്ള ആർത്തി കൊണ്ടാണെന്നുമാണ് അദ്ദേഹം പ്രത്യേകം കൂട്ടിച്ചേർക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വായല് ഒന്ന് കേട്ടു നോക്കാം. നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ടു നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. ഞാൻ 10-12 വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എനിക്കറിയാം, ഇവിടെ അധ്യാപകന്മാരുണ്ടാകും. നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കൂ, അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ? ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. പക്ഷെ അവരാണോ? ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അമറുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത്? എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഇന്നിറക്കുന്ന മയക്കുമരുന്നുകളുടെയും മറ്റു ഹീനകൃത്യങ്ങളുടെയും കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ മതങ്ങളിൽ നിന്നും ഉള്ള ജനങ്ങൾ, എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള ചെറുപ്പക്കാർ ഇതിൽ പങ്കാളികളാവുന്നുണ്ട്. ചിലപ്പോൾ ചില ഏരിയകളിൽ, ചില പ്രദേശങ്ങളിൽ അത് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ കൂടിയിരിക്കാം, ചില ഭാഗങ്ങളിൽ കുറഞ്ഞിരിക്കാം. അതല്ലാതെ ഇത്രയും തെറ്റുകൾ ചെയ്യുന്നത് മുഴുവനും മുസ്ലിങ്ങളാണെന്നോ അല്ലെങ്കിൽ മദ്രസയിൽ പോയവരാണെന്നുള്ള വാദം
അത് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുകയില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, മുമ്പ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച്, എന്ന് പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ചു നടന്നിരുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അതിൽ അംഗമായിരുന്നു കെ ടി ജലീൽ. ആ കെ ടി ജലീൽ പിന്നീട് എങ്ങനെയാണ് ലീഗിലെത്തിയതും അവിടെ നിന്ന് മലക്കം മറിഞ്ഞ് മറുകണ്ഠം ചാടി മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേക്കേറിയതും എന്തിനായിരുന്നു അത്? പണ്ടൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയെ പറ്റി പറഞ്ഞിരുന്നത് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനം എന്നായിരുന്നു, അഥവാ ദൈവമില്ലാത്ത പാർട്ടി. ഇന്നും ആ ചിന്താഗതിയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇന്ന് അധികാരം നിലനിർത്താൻ പാർട്ടി അനുഭാവികൾക്ക് വേണമെങ്കിൽ ദൈവമാകാം എന്ന പാർട്ടിയുടെ മാറ്റം അധികാരം നിലനിർത്താൻ മതവും ആവശ്യമാണെന്ന തോന്നലിൽ നിന്നുണ്ടായതാണ്. അത്തരത്തിലൊരു പാർട്ടിയിലേക്ക് മദ്രസയിലും പഠിച്ച് ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായി കുറേയൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത ജലീൽ എന്തിനാണ് പോയത്? ധർമ്മം സംരക്ഷിക്കാനും നിലനിർത്താനും വേണ്ടി മാത്രമാണോ? അതല്ല സ്ഥാനമാനങ്ങൾ നേടുന്നതിനാണ്? എല്ലാവർക്കും അറിയാം, താങ്കളുടെ സ്ഥാനമോഹവും അധികാരവും മോഹവുമാണ് ഈ ചവിട്ടുപടികളെല്ലാം ചവിട്ടിക്കയറി മുകളിലെത്താൻ താങ്കളെ പ്രേരിപ്പിച്ചതെന്ന്. പക്ഷേ മദ്രസയിൽ പഠിച്ച പ്ലസ് പോയിന്റ് എന്തുകൊണ്ട് താങ്കളെ സ്വാധീനിച്ചില്ല എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. അതിന് കാരണം താങ്കളുടെ സാഹചര്യങ്ങളാണ്, താങ്കളുടെ ഉള്ളിലെ താങ്കളുടെ ലക്ഷ്യങ്ങളാണ്. അവിടെ നിങ്ങൾ മദ്രസ മറന്നെങ്കിൽ അതേ മറവി തന്നെയാണ് ഇന്നത്തെ തലമുറയിലും കടന്നുകൂടിയത്. മദ്രസ എന്ന പ്ലസ് പോയിന്റ് അവരെയും സ്വാധീനിച്ചില്ല. അവരും അവരുടെ ലക്ഷ്യങ്ങളും സുഖങ്ങളും മാത്രമേ ചിന്തിച്ചുള്ളൂ. അതിലുപരിയാണ് ലഹരി വിളമ്പാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ യുവതലമുറ ജീവിക്കുന്നത് എന്നത്. ആ മദ്യക്കച്ചവടക്കാരുടെ ഒറ്റ തോന്നായി നിൽക്കുന്ന താങ്കൾ എന്തർത്ഥത്തിലാണ് മതവിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കുന്നത്? അടിസ്ഥാന ധാർമ്മികത മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും മതപരമായ അറിവ് ഇന്നത്തെ ചുറ്റുപാടിൽ വേണമെന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ്. താങ്കളുടെ പ്രസംഗം സത്യത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കളെയും മറ്റു മതസ്ഥരെയും തരം താഴ്ത്തുന്നതാണ്. ഒരു കുട്ടിക്ക് നീ കക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, മദ്യപിക്കരുത്, നിന്റെ മുതിർന്നവരെ സ്നേഹിക്കണം അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കാത്ത ഏത് ഹിന്ദു കുടുംബമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് കെ ടി ജലീൽ പറയണം. അത്തരത്തിലുള്ള അടിസ്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ധാർമ്മികത പറഞ്ഞു പഠിപ്പിക്കാത്ത ഏത് ഹിന്ദു കുടുംബമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് കെ ടി ജലീൽ പറയണം. അഥവാ അത്തരത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാത്ത എത്ര ഹിന്ദു കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നും കെ ടി ജലീൽ പറയണം. താങ്കൾ ശരിക്കും കേരളത്തിലെ ഹിന്ദുക്കൾ ധാർമ്മിക ബോധമില്ലാത്തവരും ധാർമ്മിക മൂല്യമില്ലാത്തവരുമാണെന്ന് സമർത്ഥിക്കുകയാണ്. അത് ഈ രാജ്യത്തെ ബുദ്ധിയുള്ള ഹിന്ദുക്കൾ വകവെച്ച് തരുമോ എന്നെനിക്കറിയില്ല. ഇത്തരത്തിലുള്ള അടിസ്ഥാന മൂല്യങ്ങളും അടിസ്ഥാന ധാർമ്മികതയും പറഞ്ഞു പഠിപ്പിക്കാൻ, തങ്ങളുടെ തലമുറക്ക് പാഠമായി ചൊല്ലിപ്പഠിപ്പിക്കാൻ പോയ തലമുറകൾ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി അവയുടെ കാതുകളിൽ മന്ത്രിച്ച് നൽകിയിട്ടുണ്ട്. അത് മതത്തിൽ നിന്ന് കിട്ടിയതായാലും ശരി, പ്രകൃതിയിൽ നിന്ന് കിട്ടിയതായാലും ശരി. ഓരോ ഹിന്ദു കുടുംബത്തിനും അവർ മനസ്സിലാക്കിയ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അവരവരുടെ മക്കൾക്ക് കഥകളായിട്ടെങ്കിലും പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാപങ്ങളെക്കുറിച്ചും പാപമോക്ഷത്തെക്കുറിച്ചും അവരവർക്കറിയുന്ന ദൈവങ്ങളെക്കുറിച്ചും ആ ദൈവത്തെ എങ്ങനെ വണങ്ങണമെന്നും അവർ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് വിദ്യാലയങ്ങളുടെയോ അധ്യാപനങ്ങളുടെയോ ആവശ്യമില്ല ഇന്ന്. അതിനു മുകളിലുള്ള ചിന്തകളിലേക്കും പരിവർത്തനങ്ങളിലേക്കുമാണ് പഠനം ആവശ്യമുള്ളത്. അതല്ലായിരുന്നുവെങ്കിൽ ഹിന്ദുക്കൾ മുഴുവനും ഇന്ന് താന്തോന്നികളായി ജീവിക്കുമായിരുന്നില്ലേ? താങ്കൾക്ക് ഇടയ്ക്കിടെയുണ്ടാവുന്ന വെളിപാടിൽ താങ്കൾ മുസ്ലിം ലീഗിന് നേരെ അമ്പെയ്യുന്നത് അത് ഇന്നിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ലോകത്തിൽ എത്രയോ മതങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമുണ്ട്. എന്നിട്ടും എന്തിനാണ് എല്ലാ തീവ്രവാദികളും യുക്തിവാദികളും തങ്ങളുടെ ആക്രമണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തങ്ങളുടെ ശത്രുക്കളായി ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്? അതിലൊരൊറ്റ കാര്യമേ ഉള്ളൂ. ശ്രദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇസ്ലാമിനെതിരെ ശബ്ദിക്കുക എന്നതാണ്. ലോകത്ത് പല എഴുത്തുകാരും ശ്രദ്ധിക്കപ്പെട്ടത്, ലോകം മൊത്തത്തിൽ അറിഞ്ഞത് അവർ ഇസ്ലാമിലെ വേട്ടയാടാൻ തുടങ്ങിയപ്പോഴായിരുന്നു. താങ്കളും ഇപ്പോൾ ചലനം നശിച്ചു കിടക്കുകയാണ്. ഒരു MLA ഉണ്ടെന്നറിയാൻ ഇതുപോലെ വല്ലപ്പോഴും ഒരു വെടിയെങ്കിലും വെക്കണം എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു താങ്കൾ. മാത്രമല്ല, BJPയുടെ ബാലയാണ് കേരളത്തിൽ LDF ഭരിക്കുന്നതെന്ന് ഒരു ജനസംസാരമുണ്ട്. അത് അനർത്ഥമാകാനെങ്കിലും BJPയെ കടത്തുവെട്ടുന്ന രൂപത്തിൽ നിങ്ങളെപ്പോലുള്ളവരിൽ നിന്നും പലതും പുറത്തേക്ക് വരേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട്. അത് പണ്ഡിതന്മാരുടെ കാര്യത്തിലാണ്. ഇന്ന് പണ്ഡിതന്മാർ പാമരന്മാരെക്കാൾ തരം താഴ്ന്നവരാണ്. അവർ നൽകുന്ന വിവരത്തിന്റെ അറിവിന്റെ കീഴിൽ ജീവിക്കുക അസാധ്യമാണ്.
എല്ലാവർക്കും മനസ്സിലാവുന്ന നിലയിൽ ഗ്രന്ഥങ്ങൾ തുറന്നു വച്ചിരിക്കെ എന്തിന് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ വഴിപ്പെട്ട് ജീവിക്കണം എന്നത് ഒരു ചോദ്യം തന്നെയാണ്. തെറ്റ് ചെയ്യുന്നവരുടെ കാര്യത്തിൽ മതത്തെ കൂട്ടിച്ചേർക്കേണ്ടതില്ല. എല്ലാ മതങ്ങളിലും എല്ലാവിധത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. എല്ലാ തെറ്റുകളും ഏതെങ്കിലും ഒരു മതത്തിന്റെ മേൽ കെട്ടിവെക്കുന്നത് അശാസ്യമല്ലതാണ്.